3 ദിവസമായിട്ട് നമ്മുടെ കണ്ടമെല്ലാം ട്രില്ലർ ഇറങ്ങി നമ്മുടെ ആമ്പലെല്ലാം മൊത്തം പോയി നമ്മുടെ കണ്ടത്തിലൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇറങ്ങണതും എല്ലാം ഞാൻ വീഡിയോ എടുത്ത് ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ച് ഗാലറിയിലേക്ക് സേവ് ചെയ്യാറായപ്പോഴത്തേക്കും ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറഞ്ഞ് കാണിച്ചു. അപ്പോഴത്തേക്കും ഞാൻ എന്നാ ചെയ്തു, ആദ്യം തൊട്ടുള്ള എല്ലാ വീഡിയോസും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസ് ഇതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അത് പിന്നെ ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല. ഇൻഷോട്ടിൽ നിന്ന് നമ്മൾ സേവ് ചെയ്തെടുത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതൊന്നുമില്ല. ഷോർട്ടും എല്ലാം ലോങ് വീഡിയോ എല്ലാം എടുത്തിട്ടതായിരുന്നു. അപ്പോൾ അതെല്ലാം പോയി. കണ്ടത്തിലിറങ്ങണം, നമ്മുടെ ഈ കണ്ടത്തിലിറങ്ങിയതിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പോൾ ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം എന്നെല്ലാം പറഞ്ഞ് എല്ലാം എഡിറ്റ് ചെയ്തിട്ടിരുന്നു. എന്ത് ചെയ്യാം, ഒരൊറ്റ വീഡിയോ പോലും ഇല്ലാണ്ട് എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഈ കണ്ടത്തിൽ നിന്നായിരുന്നു ആദ്യം ഇറങ്ങിയത്. അതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാം ഒരൊറ്റ വീഡിയോ ആയിട്ട് 3-4 ദിവസത്തെ ഇടാൻ വേണ്ടി എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ എല്ലാം പോയി. എല്ലാ വീഡിയോയും പോയി. ഇന്നലെ ഞാനും കാർത്തിക് കണ്ടത്തിൻ്റെ നടുക്ക് വരെ പോയി, അങ്ങോട്ടൊക്കെ പോയായിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ടായിരുന്നു. ഒരൊറ്റ വീഡിയോ ആയി ഇടാനായിട്ട് എഡിറ്റ് ചെയ്ത, പക്ഷെ അതെല്ലാം പോയി. എന്ത് ചെയ്യാം, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബുദ്ധി കൂടുതലായതുകൊണ്ട് ചെയ്തതാണ്. ഇല്ലേ കാശി? ഇനി നമ്മുടെ ഇപ്പുറത്തെ കണ്ടത്തിൽ വണ്ടി ഇറങ്ങിയിട്ടില്ല, അതിൻ്റെ കാണാം. അങ്ങ് ദൂരെ ചേട്ടൻ ഞാനും കാശിയും കൂടി. കാശി അവിടെ എന്നെ എടുക്കുമോ കാശി? അതെന്നാ കാശി അത്? പേരമ്മൂമ്മ വന്നുണ്ട്. പേരമ്മൂമ്മ എവിടെ പോവാ? സാന്ധ്യരാഗങ്ങളേറ്റു പാടുന്നതും മുട്ടിങ്കേ നിൽക്കുക വേവിച്ചേട്ടാ. അപ്പോൾ അതെ കാശി വേവിച്ചേട്ടനൊക്കെ ഉണ്ട് ഹായ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ കാശി? എങ്ങനെയാ പറഞ്ഞേ? ഹായ് വേവിച്ചേട്ടാ. മുട്ടിങ്കേ നിൽക്കുക. വേവിച്ചേട്ടൻ വന്നിട്ടുണ്ട്. വേവിച്ചേട്ടൻ സ്കൂളിൽ പോയില്ലേ വേവിച്ചേട്ടാ ഇന്ന്? വൈ വൈ ആണോ? എന്നിട്ട് എടുത്തോ? ചെവിയിലെടുത്തോ? മരുന്നഴിച്ചോ? മരുന്നഴിച്ചോ? എന്നാ കാശി അവിടെ നോക്കണേ? എന്നാ കാശി നോക്കണേ? പൂട്ടി. ഇത് രാവിലെ വന്ന് നമ്മൾ കണ്ടായിരുന്നു. കുറച്ച് മീനൊക്കെ കിട്ടിയായിരുന്നു. അതിലെൻ്റെ വീട്ടിൽ പോവാണോ? ഇവിടെയൊക്കെ ആവശ്യത്തിന് വയമ്പും പൂളിച്ചിനും അതൊക്കെ ഉണ്ട്. കണ്ടോ മീൻ കുഞ്ഞുങ്ങൾ ചത്ത് കിടക്കുന്നതിനൊക്കെ തിന്നാൻ വന്നേക്കണതാ അല്ലേ കാശി? ഇതേ മീനെ തിന്നാൻ വന്നേക്കണുണ്ടോ കാശി? കൊക്ക് മുണ്ടിയൊക്കെ അവിടെ നിന്ന് തിന്നണം. കൊക്ക് മുണ്ടിയോ മുണ്ടനോ അങ്ങനെ എന്താണ്ട് പറയുമല്ലോ. നിറയെ വയമ്പിൻ്റെ കുഞ്ഞുങ്ങൾ അവിടെ അടിച്ചത് കൊണ്ട് ഇവിടെ വന്ന് കൂട്ടം കൂടി കിടക്കണം, കാണാൻ പറ്റത്തില്ല. ഇവിടെയൊക്കെ പൂട്ടിയിട്ട് ഇതേത് കണ്ടോ? കൊക്കുമുണ്ടീനെ കണ്ടോ? വണ്ടി ഇതാണ്. വണ്ടി വന്നല്ലോ. കണ്ടോ വണ്ടി വന്നോ? അപ്പം ഈ കണ്ടത്തിൽ അടിച്ചു കഴിഞ്ഞിട്ട് വണ്ടി ഇപ്പുറത്തെ കണ്ടത്തിലോട്ട് ഇറങ്ങാം. ഇതേ കാശി വണ്ടി ഇപ്പുറത്തെ കണ്ടത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്.
ആണോ? ഇരിക്കടാ, ഇങ്ങോട്ട് വരത്തില്ല. ഇടിക്കൂന്നാ പറഞ്ഞേ. ഇടിക്കാൻ വണ്ടി ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. ഇതേ വണ്ടി അതുവഴി ഇറങ്ങി പോകും, നോക്കിക്കോ. ഇപ്പം അതുവഴി തിരിച്ചിറങ്ങിപ്പോ. ഇതേ അതങ്ങോട്ട് ഇറങ്ങി പോകണ്ടോ, കണ്ടത്തിലോട്ട് ഇറങ്ങി പോകണോ. പിന്നെ അങ്ങനെ വണ്ടി ഇടിക്കണം. നമ്മുടെ അവിടെ സെല്ലറാണ്, ഇതിപ്പത്തേക്ക് അപ്പുറത്തേക്ക് വരും. കണ്ട വണ്ടി കൊടുക്കണോ. കാർത്തി മഴ എക്സ്പ്ലോർ ചെയ്യുക. അയ്യടാ, ഭയങ്കര മഴയാണ്. ഞാൻ പോട്ടെ. അടുത്ത ദിവസമാണ് നമ്മുടെ വീടിൻ്റെ പുറകിൽ മിഷീൻ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിലെല്ലാം അടിക്കുന്നുണ്ട്. മീൻ കാണുമായിരിക്കണം. കാശിക്കട്ടെ. മീൻ എന്നാ ചെയ്യും കാശി? കുളിപ്പിക്കുകയാണോ? എന്നിട്ട് കുളിപ്പിച്ചിട്ട് എന്നാ ചെയ്യണേ? മീനാ കുളിപ്പിച്ചിട്ടാ? ആ, മീനിന്റെ കാര്യം എന്തായാലും ഒരു ഇതായി. കുളിപ്പിച്ചിട്ട് മീൻ അമ്മാമ്മ കൊടുക്കാൻ പോകും. കണ്ടത്തിന്ന് കിട്ടിയ മീനാണേ. അടിക്കണ്ടേന്നോ? അറിയത്തില്ലല്ലോ, പറഞ്ഞോ. ആ, ചോദിച്ചോക്കാം. ഇവിടെയൊക്കെ കണ്ടോ, എല്ലാം തവിട് പൊടിയായി. നമ്മുടെ ആമ്പൽപ്പൂവെല്ലാം കണ്ടോ. ആരെയാ കാശി? ആ, മീൻ്റെ ഒരു കാര്യമല്ലേ. നീ കുളിച്ചോ? മീൻ എന്നാ കാണിച്ചേ. ഒരു പുള്ളി ഇവിടെ നിന്ന് കാണിച്ച മീനെ. പുള്ളി മീനെ കുളിപ്പിക്കുവാണേ അപ്പാപ്പ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുളിച്ചു കഴിഞ്ഞോ മീൻ? ഇനിയും കുളിക്കുവാണോ? അതിന് അപ്പാപ്പ തിന്നാനുള്ള ജീവനുണ്ടോ ഇതിന്? ആ, പിന്നെ അങ്ങനെ അപ്പാപ്പ തിന്നണേ. നമ്മുടെ എല്ലാം ഇത് നമ്മുടെ അല്ല, നമ്മുടെ പേരന്മാരെ വന്നതാണ്. ആമ്പൽ അമ്പലക്കണ്ടത്തിലുണ്ട്. പക്ഷെ അതൊക്കെ ഇന്നത്തെ കൊണ്ട് തകർക്കും. ആ കണ്ട പാടത്തിൻ്റെ വേറെ കാണുന്നു. ആ ചേട്ടൻ പറഞ്ഞു കൊടുത്തല്ലേ കഴിക്കണമെന്നുള്ളത്. ഈ മീനൊക്കെ ചാടി പോകും. ഇവിടെ ഇറങ്ങിയാൽ മീൻ കിട്ടിയേനെ, പക്ഷേ കാശി ഒറ്റയ്ക്കായതുകൊണ്ട് മീൻ കിട്ടിയാൽ നടക്കത്തില്ല. അത് കണ്ട നിറച്ച് മീനുണ്ടായേ. വയമ്പാണേ. മറ്റത്തൊക്കെ ആ, കുളിച്ചു കഴിഞ്ഞോ? മീൻ കുളിച്ചു കഴിഞ്ഞത് കാശി പറയുന്നു. ദൂരേന്ന് മീനെ പിടിക്കാൻ നീർക്കോലി 100 വരുന്നുണ്ടേ. പക്ഷെ ഇവിടെയൊക്കെ വൈകുന്നേരം ആണെങ്കിൽ വയമ്പ് പിടിക്കായിരുന്നു. ഇപ്പം ആയിപ്പോയില്ല ചെയ്യാം. വലിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. മീൻ നന്നായിട്ട് ചാടുന്നുണ്ട്. ഒന്നാമത് അടിച്ചാൽ അപ്പോൾ നമ്മളെ കാശി വിളിക്കുന്നുണ്ട്. അത് നോക്കാം. മീൻ കുളിച്ച് സുന്ദരനായോ? അപ്പം ഇനി അപ്പാപ്പം കൊടുക്കാവോ മീന്? നല്ല കുറുവാപ്പുറളൊക്കെ അതിലൂടെ പൊങ്ങി നടക്കട്ടെ. പക്ഷെ നമുക്ക് ഇറങ്ങാൻ യാതൊരു നിവർത്തിയില്ല. കാണാൻ പറ്റണുണ്ടോ? ഇല്ല. നല്ല മഴയും വന്നിട്ട് മിനിറ്റ് വെച്ചാൽ കണ്ടല്ലോ നിരപ്പാണ്. അത് ആമ്പല പോയി മഴ ഇല്ലാണ്ട് കൗത് പോയി. പക്ഷേ ആമ്പലൊക്കെ കൗത് പോയാൽ ആ വണ്ടി തവിട് പൊടിയാക്കുക.
കാപ്പിട്ട് പൊടിയാക്കുമല്ലേ